Hello dears, welcome to our third unit, Challenges of Life. ജീവിതത്തിന്റെ വെല്ലുവിളികൾ. Life is a challenge. ജീവിതം ഒരു വെല്ലുവിളിയാണ്. ജീവിതത്തെ ചാലഞ്ച് ആയിട്ടെടുത്ത രണ്ട് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത്. ഇർഫാൻ അലം ആൻഡ് ഷഹീൻ മിസ്റ്ററി. The community I'm talking about has been always marginalized for some reason or the other. Rickshaws, I'm sure you all have seen. When I am talking about rickshaw, I would like to specify here that I'm talking about cycle rickshaws. A cycle rickshaw. Rickshaws in India are estimated to be as many as 10 million in number. However, there is no uniform system to control the functioning of this huge sector. Most of the rickshaw operators are migrant workers who move to cities for livelihood. ഇർഫാൻ അലവുമായി റിലേറ്റ് ചെയ്ത കുറേ വീഡിയോസ് ഈ ക്ലാസ്സിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളത് കാണുക, അത് കണ്ട് മനസ്സിലാക്കുക. ഹൗ ഡസ് ദ സമ്മാൻ ഓപ്പറേറ്റ്സ്? This new rickshaw has been introduced by Samman Foundation. Now you are in the adolescence period. നിങ്ങൾ ഇപ്പോൾ കൗമാരപ്രായക്കാരാണ്. A period of imagination, hopes and ambitions. പ്രതീക്ഷയുടെ, ഭാവനയുടെ, ആഗ്രഹങ്ങളുടെ ഒരു കാലം. എ പീരീഡ് ഓഫ് കളേഴ്സ് ആൻഡ് ഫൺസ്, വർണ്ണഭേദങ്ങളുടെ, കളിച്ചിരികളുടെ ഒരു കാലം. യു ഹാവ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന ഒരു കാലം. വാട്ട് ഐ ഷുഡ് ടേക്ക്, വാട്ട് ഐ ഷുഡ് അവോയ്ഡ്. ഓരോ മിനിറ്റിലും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ അത് എടുക്കണോ വേണ്ടയോ, ഞാൻ എന്ത് ചെയ്യണം, അത് ചെയ്യണോ, ഇത് ചെയ്യണോ. യുവർ ഗുഡ് ഡിസിഷൻസ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കും. നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങൾ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം തീരുമാനമെടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. പല കുട്ടികളും ജീവിതത്തിലെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ മുന്നിൽ വരുമ്പോൾ അവർ പതറിപ്പോകാറുണ്ട്. നിങ്ങൾ അതിനെ സധൈര്യം നേരിടുക. Take the challenges in your life. Face the challenges and try to overcome the challenges in your life. Dare to take the challenges and risk in your life. Dare the difference. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ക്രിസ്ത്യൻ ലെഗാർഡ് പറഞ്ഞത്. We should be ready to dare the difference, to take the challenges and step out of the comfort zone. നമ്മൾ ആ ഒരു ഡിഫറൻസ്, ആ വ്യത്യാസങ്ങൾ കൈക്കൊള്ളാൻ നമ്മൾ ധൈര്യം കാണിക്കണം. നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മുടെ കംഫർട്ട് സോൺ എല്ലാം വിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം. അതാണ് ക്രിസ്ത്യൻ ലെഗാർഡ് പറഞ്ഞത്. നിങ്ങളുടെ മുന്നിൽ പല സാധ്യതകളും വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഞാൻ ഏത് സെലക്ട് ചെയ്യണം, എസ്പെഷ്യലി റിഗാർഡിംഗ് ദ കരിയർ. ഏത് കരിയർ ഞാൻ ചൂസ് ചെയ്യണം? സാധാരണയായി ആൾക്കാർ ഗവൺമെന്റ് ജോബാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ പലരും അതിൽ നിന്നും വ്യത്യസ്തമാണ്. വാട്ട് ഷുഡ് ബി ദ യാർഡ് സ്റ്റിക്ക് ഇൻ ചൂസിങ് എ കരിയർ? ഒരു കരിയർ, ഒരു ജോലി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അളവുകോൽ, യാർഡ് സ്റ്റിക്ക്? ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കരിയർ സെലക്ട് ചെയ്ത ആളാണ് ഇർഫാൻ അലം, an entrepreneur. Entrepreneur സ്പെല്ലിംഗ് നോക്കിയേ. ENTREPRENEUR. ബട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ entrepreneur. Entrepreneur means someone who starts their own business, taking a new opportunity. പുതിയ അവസരങ്ങൾ, പുതിയ സാധ്യതകൾ കണ്ടെത്തി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ entrepreneur എന്ന് പറയുന്നത്. എ ബിസിനസ് മാൻ. You should be ready to dare the difference, to take the risk and you should step out of the comfort zone. നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മൾ ആ ധൈര്യം കാണിക്കണം. നമ്മുടെ കംഫർട്ട് സോണൊക്കെ വിട്ട് നമ്മളൊരു ഡിഫറൻസ് കാണിക്കണം. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറണം. എല്ലാവരും പോകുന്ന വഴിയല്ല, മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ ലെസൺ നമ്മെ പഠിപ്പിക്കുന്നത്. There may be many obstacles we have to face in our day-to-day life. ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. Many of our plans will not work. നമ്മൾ വിചാരിക്കുന്ന പല പദ്ധതികളും നടന്നില്ല എന്ന് വരാം. But whenever a door closes, another opens. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ ഒരു ഡോർ അടയുമ്പോൾ മറ്റൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കുകയാണ്. Look at the following cartoon strip. Can you build a story on them? Use your imagination to develop a story. He lost his job
See, one door is closed to him, but now he thinks about another job, another opportunity, and another door opens to him that changes his life. So the cartoon focuses on the positive side, the dreams and aspirations, the problem solving skills of you. അല്ലേ, ഈ കാർട്ടൂൺ ഒരു പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത്. ദ പവർ ടു മീറ്റ് ചാലഞ്ചസ് ആൻഡ് ടേൺ ഇറ്റ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ജീവിതത്തിലെ ചാലഞ്ചസ്, വെല്ലുവിളികളെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാക്കി മാറ്റിയ നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു കാർട്ടൂൺ. യൂണിറ്റ് 3 begins with a saying of Mahatma Gandhi, "Be the change you want to see in the world." ഈ ലോകത്ത് എന്ത് മാറ്റം വരുത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്ത് മാറ്റം കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ചേഞ്ച്, ആ മാറ്റം നിങ്ങളിൽ വരുത്തുമെന്നതാണ് ഈ സേയിങ്ങിൻ്റെ അർത്ഥം. Whatever changes you would like to effect in our society, that should begin with you. If you change yourself, then that change will change the world. അങ്ങനെ അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു ഓൺട്രപ്രന്യൂവറെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ, എ 3-wheeled revolution. ദ ട്രൂ ഓൺട്രപ്രന്യൂവർ ഈസ് എ ഡൂവർ, നോട്ട് എ ഡ്രീമർ. ശരിക്കുള്ളൊരു ഓൺട്രപ്രന്യൂവർ എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ, ഹീസ് എ ഡൂവർ, ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരാളാണ്. നോട്ട് എ ഡ്രീമർ, വെറും സ്വപ്നം കാണുന്ന ആളല്ല. അതിനെക്കുറിച്ച് നമ്മുടെ ആ റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ എഴുതിയിരിക്കുന്നതൊന്ന് നോക്കൂ. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തൊന്ന് നോക്കൂ. ലെറ്റ്സ് ബിഗിൻ. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്. നമ്മൾ പല ടീനേജേഴ്സും, നിങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും സ്വപ്നമുണ്ട് അല്ലേ? പലതിനെക്കുറിച്ചും നിങ്ങൾ സ്വപ്നം കാണുന്നവരാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ വലിയ ആൾക്കാരാകണമെന്ന് സ്വപ്നം കാണുന്നവരാണ്. സം ഓഫ് ദം പെർസ്യൂ ദെയർ ഡ്രീംസ്. നിങ്ങളിൽ പലരും അതിനെ പെർസ്യൂ ചെയ്യും, അതിനെ ഫോളോ ചെയ്യും. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ സ്വപ്നത്തിനെ ഫോളോ ചെയ്യും. അത് തന്നെ നിങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനെ ഫോളോ ചെയ്യും. ചൂസിങ് എ പാത്ത് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് അതേഴ്സ്. നിങ്ങളുടെ ഡ്രീംസ് മിക്കവാറും പലപ്പോഴും അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്തമായ സ്വപ്നമായിരിക്കും നിങ്ങൾക്ക്. ദേ ഡിസൈൻ ദെയർ ഓൺ റൂട്ട് ഓഫ് ലൈഫ്. നിങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സക്സസ് ഈസ് ഫോർ ദോസ് ഹു തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ഡിഫറൻ്റ്ലി. ആർക്കാണ് വിജയം? വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് വിജയം. ഹാവ് യു കം അക്രോസ് ദ വേർഡ് ഓൺട്രപ്രന്യൂർഷിപ്പ്? ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നൊരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓൺട്രപ്രന്യൂവർ എ ബിസിനസ് മാൻ, entrepreneurship, business. So Irfan Alam is an entrepreneur who changed the lives of many people through his innovative enterprise. Innovative enterprise, ഒരു പുതിയ സംരംഭത്തിലൂടെ അനേകം ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിയ ഓൺട്രപ്രന്യൂവറായ ഇർഫാൻ അലമിനെ കുറിച്ചാണ് നമുക്ക് ഈ ലെസൺ. ഇറ്റ്സ് ആൻ ഇൻ്റർവ്യൂ, എ 3-wheeled revolution. മെയ് 2010 വാഷിങ്ടൺ DC വെച്ച് ഓൺട്രപ്രന്യൂവേഴ്സിന്, ഈ ബിസിനസ്സുകാർക്കെല്ലാം വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൺട്രപ്രന്യൂവർഷിപ്പ് സമ്മിറ്റ്. അതിൽ ഇർഫാൻ അലം പങ്കെടുത്തു. അതിനുശേഷം സുജാത രാംപ്രസാദ് ഈ ഇർഫാൻ അലവുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഈ ലെസനായിട്ട് തന്നേക്കുന്നത്. ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരാണ് ഇർഫാൻ അലം എന്ന് നമുക്ക് നോക്കാം. ഇർഫാൻ അലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. നോർത്ത് ഇന്ത്യയിലെ സൈക്കിൾ റിക്ഷാസ് നിങ്ങൾ കണ്ടിരിക്കും. അവിടെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ അവിടെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് കൺവേയൻസ്, ഒരു ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് പോകുന്നതിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കൺവേയൻസാണ് സൈക്കിൾ റിക്ഷ. ഈ സൈക്കിൾ റിക്ഷ നമ്മുടെ നാട്ടിൽ ഈ സൈക്കിൾ ചവിട്ടുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, ബീഹാറിലെ ആൾക്കാർക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഇർഫാൻ അലം. ആ ഓർഗനൈസേഷൻ്റെ പേരാണ് സമ്മാൻ. സോ ഇർഫാൻ അലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. ഇറ്റ്സ് ആൻ ഇന്ത്യൻ കമ്പനി. സമ്മാൻ മീൻസ് റെസ്പെക്റ്റ്.
Through his leadership, Samman has implemented innovations to increase operator incomes such as advertising and music, newspapers, first aid, water and juice for the passengers. ഈ സമ്മാൻ്റെ ഇടപെടലിലൂടെ ആ പാവപ്പെട്ട സൈക്കിൾ റിക്ഷ ഓപ്പറേറ്റേഴ്സിന് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റി. എങ്ങനെയെന്നാൽ ഈ സൈക്കിൾ റിക്ഷയുടെ പുറത്ത് കുറേ അഡ്വർടൈസ്മെൻ്റ് ഒട്ടിച്ചു. പിന്നെ അതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് ചില സാധനങ്ങൾ അവർ വിൽക്കാൻ തുടങ്ങി. ന്യൂസ് പേപ്പേഴ്സ്, ഫസ്റ്റ് എയ്ഡ്, വാട്ടർ, ജ്യൂസ്, അങ്ങനെ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. Alam was the first person to introduce prepaid cycle rickshaws in India. ഇന്ത്യയിൽ സൈക്കിൾ റിക്ഷ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഇർഫാൻ അലം. In only 2 years, Alam has built a family of over 1 lakh rickshaw operators across 9 states in India. 2 വർഷത്തിനിടയ്ക്ക് 1 lakh റിക്ഷ ഓപ്പറേറ്റേഴ്സിൻ്റെ ഫാമിലിയെ സഹായിക്കാൻ ഇർഫാൻ അലമിന് കഴിഞ്ഞു. Although a first-generation entrepreneur, Alam's efforts to empower those at the bottom of India's social hierarchy have been recognized widely. നമ്മുടെ സോഷ്യൽ ഹയറാർക്കിയിലെ ബോട്ടം ലെവലിലുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ, അവരെ എംപവർ ചെയ്യിക്കാൻ ഇർഫാൻ അലമിന് സമ്മാൻ ഫൗണ്ടേഷനിലൂടെ കഴിഞ്ഞു. He has won the Business Bazigar, a competitive reality television show for entrepreneurs, and the World Bank's Innovation Award. ഓൺട്രപ്രനേഴ്സിന് വേണ്ടി ടി വിയിൽ നടത്തുന്നൊരു റിയാലിറ്റി ഷോയാണ് ബിസിനസ് ബാസിഗർ. അത് വിജയിക്കാൻ ഇർഫാൻ അലമിന് സാധിച്ചു. അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഇന്നൊവേഷൻ അവാർഡും ഇർഫാൻ അലമിന് കിട്ടി. Irfan has also been recognized by the Times of India as one of the top 30 youth icons of India, and his business model was recently featured by The Economist. ഇന്ത്യയിലെ ടോപ്പിലുള്ള 30 യുവാക്കളിൽ ഒരാളാണ് ഇർഫാൻ അലം. വൺ ഓഫ് ദി ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു സർവേയിലാണ് അത് മനസ്സിലാക്കിയത്. ഇന്ത്യയിലെ ടോപ്പിലുള്ള 30 യുവാക്കളിൽ ഒരാളാണ് ഇർഫാൻ അലം. At the Entrepreneurship Summit held at Washington, D.C. in 2010, President Obama complimented Irfan Alam with the words, "You are doing a tougher job than me." 2010 വാഷിങ്ടൺ DC വെച്ച് ഓൺട്രപ്രനേഴ്സിന് വേണ്ടി ഒരു സമ്മിറ്റ്, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബറാക്ക് ഒബാമ നമ്മുടെ ഇർഫാൻ അലമിനെ കണ്ടു. അപ്പോൾ നല്ലൊരു കോംപ്ലിമെൻ്റ് കൊടുത്തു. "യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ." എന്നെക്കാളും വലിയ ടഫായിട്ടുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ബിക്കോസ് യു ആർ ഡൂയിങ് എ സോഷ്യൽ ഓൺട്രപ്രനർഷിപ്പ്. You are helping poor people in our society. You are empowering the people living on the margins of society. നമ്മുടെ സമൂഹത്തിൽ മാർജിൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ എംപവർ ചെയ്യിക്കുന്ന വലിയൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. If we aspire to live in a happier world, we must empower those living on the margins of society. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ മാർജിൻസ് ഓഫ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ എംപവർ ചെയ്യണം. So let's start the interview. You know, this lesson is an interview with Irfan Alam. Who is Irfan Alam? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഓർമ്മിച്ച് നോക്കൂ. ഇർഫാൻ അലം ഈസ് ദ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ. ഹി ഈസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. The first person who introduced prepaid cycle rickshaws in India. An entrepreneur who won the Business Bazigar, a competitive reality television show for entrepreneurs. And President Obama complimented him with the words, "You are doing a tougher job than me."
അപ്പോൾ ഇർഫാൻ അലമിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ആ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. Here, Sujata Ramprasad asked the first question by congratulating him. Congratulations on your achievement. When and how did you conceive this idea? Congratulations, Irfan Alam. When and how? എപ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത്? ഒരു ബിസിനസ്മാൻ ആകാനുള്ള ഐഡിയ എപ്പോഴാണ് താങ്കൾക്കുണ്ടായത്? I was 17 years old at that time. I was traveling in a rickshaw and in the middle of the journey I was very thirsty. എനിക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ദിവസം റിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ ജേണി, യാത്രയിൽ ഐ വാസ് വെരി തേഴ്സ്റ്റി, എനിക്ക് ദാഹം തോന്നി. ഐ ആസ്ക് ദ റിക്ഷാ പുള്ളർ ഇഫ് ഹി ഹാഡ് എനി വാട്ടർ. ഞാൻ ആ റിക്ഷാ പുള്ളറിനോട് ചോദിച്ചു, ഇച്ചിരി വെള്ളം തരാമോ? He said that he did not carry water bottles because he did not have money to buy and stack them. No, I don't have water bottles because I don't have money to buy and stack them. വാട്ടർ ബോട്ടിൽ വാങ്ങി ഇവിടെ അത് വച്ചേക്കാൻ I don't have money. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaws. അതെന്നെ ചിന്തിപ്പിച്ചു. And I immediately realized that there was a market for selling water bottles in rickshaws. ഈ റിക്ഷോസിൽ വാട്ടർ ബോട്ടിൽസ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബിസിനസ് നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ പാസഞ്ചേഴ്സ് റിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഹോട്ടാണെങ്കിൽ, ചൂടാണെങ്കിൽ അവർക്ക് വെള്ളം ദാഹിക്കും, ചിലപ്പോൾ അവരുടെ കയ്യിൽ വെള്ളം കാണില്ല. അപ്പോൾ നമ്മൾ കുറേ വാട്ടർ ബോട്ടിൽസ് ഈ റിക്ഷയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വിൽക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് he realized. The very next day I talked to 5 rickshaw pullers and gave them each 8 bottles of water. കണ്ടോ, ഉടൻ തന്നെ ഇർഫാൻ അലം പിറ്റേ ദിവസം 5 റിക്ഷാ പുള്ളേഴ്സിനെ കണ്ടു. എന്നിട്ട് അവർക്ക് 8 bottles of water കൊടുത്തു. Gave them each 8 bottles of water. ഓരോരുത്തർക്കും 8 bottles കൊടുത്തു. I told them that for every bottle they sold, we would make a profit of 2 rupees which we could split in half. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ബോട്ടിലും വിൽക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് 2 റുപ്പീസാണ്. ഒരു ബോട്ടിലിന് 2 റുപ്പീസ് കിട്ടും. അതിനെ നമുക്ക് ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 50-50. ആ 2 റുപ്പീസിൽ 1 രൂപ നിങ്ങൾക്ക്, 1 രൂപ എനിക്ക്. The very first day I made a profit of 8 rupees. കണ്ടോ, ആദ്യത്തെ ദിവസം തന്നെ ഒരു റിക്ഷാ പുള്ളറിൽ നിന്നും എനിക്ക് 8 rupees ലാഭം കിട്ടി, പ്രോഫിറ്റ് കിട്ടി. കാരണം ഒരാൾക്ക് 8 ബോട്ടിൽസ് ആണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ 5 റിക്ഷാ പുള്ളേഴ്സിന് കൊടുത്തപ്പോൾ എത്ര രൂപ കിട്ടി? 40 rupees കിട്ടി. അപ്പോൾ അതൊരു 1000 പേർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര രൂപ കിട്ടുമായിരുന്നു? 1000 into 8, 8000. കണ്ടോ, ഇങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് കുറേ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ബിസിനസ് അങ്ങ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? Entrepreneurship is the key to overcome unemployment problem. നമ്മുടെ സമൂഹത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ് ഓൺട്രപ്രന്യൂർഷിപ്പ്. ഏത് ബിസിനസ് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക, ഡയർ ദ ഡിഫറൻസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യു വെയർ വെരി യങ് വെൻ യു കെയിം അപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. ഇങ്ങനെ ഒരു ഐഡിയയുമായി മുന്നോട്ട് വന്നപ്പോൾ, ഈ ഒരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ, നടപ്പിലാക്കിയപ്പോൾ താങ്കൾ വളരെ യങ് ആയിരുന്നു അല്ലേ? Yes, I guess entrepreneurship is in my blood. Yes, entrepreneurship, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം, ഏതെങ്കിലും ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ദാറ്റ് ഈസ് ഇൻ മൈ ബ്ലഡ്, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണ്. I had an interest in business from a very early age. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ബിസിനസ്സിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. During the stock market scam in 1992, my father and many of his friends lost a lot of money. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 1992 ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു തകർച്ചയുണ്ടായിരുന്നു. ആ
ആ പീരീഡിൽ മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. എൻ്റെ ഫാദറിനും പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിനും വളരെ പണം നഷ്ടമുണ്ടായി. That is when I started taking interest in the stock market and began researching on various companies. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് തിരക്കാനും വേരിയസ് കമ്പനീസിനെ കുറിച്ചെല്ലാം ഞാൻ പഠിക്കാൻ തുടങ്ങി. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. ഞാനിങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അവർക്ക് അഡ്വൈസ് കൊടുത്തു, അവരെ ഉപദേശിച്ചു. അതനുസരിച്ച് എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിന് അവരുടെ ആ ഒരു നഷ്ടം വീണ്ടെടുക്കാൻ അവർക്ക് പറ്റി. അതുകൂടാതെ അവർക്ക് പ്രോഫിറ്റ്, ലാഭം കിട്ടി. അത് ലാഭം കിട്ടാൻ തുടങ്ങി. This enabled me to start my first portfolio management firm at the age of 13. Portfolio means a collection of company shares and other investments that are owned by a particular person or organization. കമ്പനി ഓഹരികളുടെയും നിക്ഷേപ പദ്ധതികളുടെയും ഉടമയായ ആൾ അല്ലെങ്കിൽ സംഘടനയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പേജിൻ്റെ ബോട്ടത്തിൽ കാണുന്ന ആ ഒരു റീഡ് ആൻഡ് റെസ്പോണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ഇർഫാൻ ഹാഡ് എ പ്രോബ്ലം സോൾവിങ് സ്കിൽ? ഇർഫാന് പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ച സംഭവം ഏത്? Can you tell me the answer? One day, while he was traveling in a rickshaw, Irfan felt very thirsty. He realized that the drivers couldn't afford to buy and stock water bottles. He came up with a solution for this problem. Second question, why does Irfan think that entrepreneurship is in his blood? തൻ്റെ രക്തത്തിൽ ആ ഒരു ഓൺട്രപ്രനർഷിപ്പ്, ആ വ്യവസായ സംരംഭം ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് ഇർഫാൻ ചിന്തിക്കുന്നത്? ഇർഫാൻസ് ഫാദർ ഹാസ് ഷെയർസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇർഫാൻ്റെ ഫാദറിനും ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് ഉണ്ട്. സോ ഹി തിങ്സ് ഓൺട്രപ്രനർഷിപ്പ് ഈസ് ഇൻ ഹിസ് ബ്ലഡ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് എൻകറേജ്ഡ് ഇർഫാൻ ടു ഓപ്പൺ ഹിസ് ഓൺ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് തുടങ്ങാൻ ഇർഫാനെ പ്രോത്സാഹിപ്പിച്ചത് എന്താണ്? ആൻസർ, when Irfan's father and his friends lost money in the stock market scam, ഈ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പിൽ ഇർഫാൻ്റെ ഫാദറിനും ഫ്രണ്ട്സിനും പണം നഷ്ടമായപ്പോൾ ഇർഫാൻ അഡ്വൈസ് ദം ഹൗ ടു ഗെറ്റ് ബാക്ക് അറ്റ് മാർക്കറ്റ്. എങ്ങനെ നമുക്ക് ഈ പണം തിരിച്ചെടുക്കാമെന്നുള്ള അഡ്വൈസ് കൊടുത്തു. കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് ഇർഫാൻ അവരെ അഡ്വൈസ് ചെയ്തു. മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഫിറ്റ്സ്. അതിലൂടെ അവർക്കെല്ലാം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ്, ലാഭം കിട്ടി. ദിസ് എനേബിൾഡ് ഹിം ടു മേക്ക് ഹിസ് ഓൺ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം. ഇങ്ങനെയാണ് ഒരു സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് തുടങ്ങാൻ ഇർഫാനെ സഹായിച്ചത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. When my parents found that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. അപ്പോൾ എൻ്റെ പാരൻസ് നോക്കിയപ്പോൾ ഐ വാസ് ഡാബ്ലിംഗ് ഇൻ ദ റിക്ഷാ സെക്ടർ. ഡാബ്ലിംഗ് മീൻസ് ടു ട്രൈ ഓൺ സംതിങ് ഫോർ എ ഷോർട്ട് പീരീഡ്, നോട്ട് വെരി സീരിയസ്. ഒരു ചെറിയൊരു ശ്രമം നടത്തി നോക്കുക. ആ റിക്ഷാ സെക്ടറിനെ അവരെ ഒന്ന് സഹായിക്കാനുള്ള എൻ്റെ ശ്രമം അവർക്ക് മനസ്സിലായി. ദേ പുൾ മീ അസൈഡ് ആൻഡ് ആസ്ക് മീ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ മൈ സ്റ്റഡീസ്. നമ്മുടെ പാരൻസ് എല്ലാം ചെയ്യുന്നത് പോലെ ദേ പുൾ മീ അസൈഡ്, എന്നെ മാറ്റി നിർത്തി, ആൻഡ് ആസ്ക് മീ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ മൈ സ്റ്റഡീസ്. എൻ്റെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെന്നെ എന്നോട് പറഞ്ഞു. So I shelved it, but my interest never waned. Shelved means നമ്മൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു. But my interest never waned. എനിക്ക് അതിലുള്ള ആ താല്പര്യം never waned. Wane means to become weak in strength. ശക്തി ക്ഷയിക്കുക. എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും കുറഞ്ഞില്ല.
I kept reading and researching on this sector all through my college days in Pondicherry, where I pursued my master's foreign trade degree. ഞാൻ പോണ്ടിച്ചേരിയിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? ഈ ഐഡിയ ഒന്ന് റിവൈവ് ചെയ്യാൻ, ഒന്ന് ഉണരാൻ എന്തായിരുന്നു ആ ഒരു സ്പാർക്ക്, ആ ഒരു തീപ്പൊരി? In 2006, an Indian TV show called Business Bazaar launched an entrepreneur hunt and solicited ideas for new businesses. പുതിയ ബിസിനസ്സിനെ കുറിച്ച് സൊളിസൈറ്റ് ചെയ്യാൻ മീൻസ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ, വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി 2006 ഒരു TV ഷോ നടന്നു, ഒരു TV റിയാലിറ്റി ഷോ. അതിൻ്റെ പേരാണ് ബിസിനസ് ബാസിഗ്. I entered this contest with a business proposal. ഒരു ബിസിനസ് പ്രൊപ്പോസലുമായിട്ട് ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തു. My idea was to organize the rickshaw sector and make it a profitable venture. എൻ്റെ ഐഡിയ ഈ റിക്ഷാ സെക്ടറിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, അതിനെ ഒരു പ്രോഫിറ്റബിൾ വെഞ്ചർ, അതിനെ ലാഭമുള്ളതാക്കി തീർക്കണം. ബിക്കോസ് ഈ റിക്ഷാ സെക്ടറിൽ ജോലി ചെയ്യുന്നത് വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് ഇതൊരു അല്പം ലാഭമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഐഡിയ. According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for the purposes of advertising and brand promotion. എൻ്റെ പ്രൊപ്പോസൽ അനുസരിച്ച് റിക്ഷയൊന്ന് നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ഉള്ള അതിൻ്റെ ആ ഒരു ഡിസൈൻ മാറ്റി നമ്മൾ റീഡിസൈൻ ചെയ്യണം. അങ്ങനെ റീഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ സ്പേസ് കിട്ടും, ആ റിക്ഷയ്ക്കകത്ത് കുറേ സ്പേസ് കിട്ടും. ആ സ്പേസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വിൽക്കാം, കുറേ സാധനങ്ങൾ വിൽക്കാം. പിന്നെ നമുക്ക് ആഡ്വർടൈസിങ്ങിനുള്ളൊരു സ്പേസ് കിട്ടും. പിന്നെ നമുക്ക് പല കാര്യങ്ങളിലും നമ്മളൊരു ബ്രാൻഡ് പ്രൊമോഷനായിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു ലാഭം കിട്ടും എന്നുള്ളതായിരുന്നു ഇർഫാൻ അലമിൻ്റെ പ്രൊപ്പോസൽ. ഓൾസോ ഐ ഇൻഡിക്കേറ്റഡ് ദാറ്റ് അഡീഷണൽ റവന്യൂസ് കുഡ് ബി മെയ്ഡ് ബൈ സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ടു ദ പാസഞ്ചേഴ്സ്. പിന്നെ എനിക്കൊരു ഐഡിയ കൂടെ ഉണ്ടായിരുന്നു, ഈ റിക്ഷയ്ക്കകത്ത്, സൈക്കിൾ റിക്ഷയ്ക്കകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിൽക്കാം. ഏതൊക്കെയാണ്? വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവർക്കത് വാങ്ങണമെന്ന് തോന്നും. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു ഇൻകം ഈ റിക്ഷാ പുള്ളേഴ്സിന് കിട്ടും. നല്ലൊരു ഐഡിയ ആയിരുന്നു. I won the show and was offered the seed money of rupees 150 lakhs. ആ ബിസിനസ് ബാസിഗറിൻ്റെ ആ ഒരു ഷോ ഞാൻ വിജയിച്ചു. I won the show and was offered the seed money of 150 lakhs. അതിൻ്റെ സീഡ് മണിയായിട്ട് എനിക്ക് 150 lakhs കിട്ടി. സീഡ് മണി ഈസ് ദ മണി ദാറ്റ് ഈസ് ഗിവൺ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർ എ പ്രോജക്റ്റ്. ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ മണിയാണ് സീഡ് മണി എന്ന് പറയുന്നത്. ഇവിടെ ഈ ബിസിനസ് ബാസിഗ് എന്ന റിയാലിറ്റി ഷോ വൺ ചെയ്തതുകൊണ്ട് ഇർഫാൻ അലമിന് 150 lakhs ആണ് സീഡ് മണിയായിട്ട് കിട്ടിയത്. സോ അപ്പോൾ ഇതിൽ നിന്നുള്ളതാണ് ആ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഇർഫാൻസ് പ്രൈസ് വിന്നിംഗ് ബിസിനസ് പ്രൊപ്പോസൽ? ഈ സമ്മാനം കിട്ടിയ, സമ്മാനത്തിന് അർഹമായ ആ ബിസിനസ് പ്രൊപ്പോസൽ എന്തായിരുന്നു? ആ ഒരു നിർദ്ദേശം, ആ ഒരു പ്രൊപ്പോസൽ എന്തായിരുന്നു? ആൻസർ എന്താ? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസൽ? ഹിസ് ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. അല്ലേ? ഇതിനെ ഒരു ലാഭകരമായ ഒരു സംരംഭമാക്കി മാറ്റുക. പിന്നെ റിക്ഷാ സെക്ടറിനെ തന്നെ ഒന്ന് മോടി പിടിപ്പിക്കുക, ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഒന്ന് മാറ്റിയെടുക്കുക. അക്കോർഡിംഗ് ടു ഹിസ് പ്രൊപ്പോസൽ, റിക്ഷാസ് വെയർ ടു ബി റീഡിസൈൻഡ് സോ ദാറ്റ് ദ സ്പേസസ് ഓൺ ദ വെഹിക്കിൾസ് കുഡ് ബി സോൾഡ് ഫോർ ദ പേർപ്പസസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. അപ്പോൾ ഈ റിക്ഷയ്ക്കകത്തുള്ള സ്പേസ് നമ്മൾ റീഡിസൈൻ ചെയ്യുക. എന്തിനൊക്കെ വേണ്ടി? അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടും. Then he also indicated that
Additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. ഈ റിക്ഷയിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് കുറച്ച് സാധനങ്ങൾ വിൽക്കുക. ഏതൊക്കെ? വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ്, ന്യൂസ് പേപ്പേഴ്സ്. ഇങ്ങനെ ഈ സാധനങ്ങൾ വിറ്റും അവർക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇർഫാൻ അലമിൻ്റെ ബിസിനസ് പ്രൊപ്പോസൽ. ഈ ബിസിനസ് പ്രൊപ്പോസലിനാണ് അദ്ദേഹത്തിന് ബിസിനസ് ബാസിക് എന്നുള്ള ആ ഒരു റിയാലിറ്റി ഷോ വിജയിക്കാൻ സാധിച്ചത്. നെക്സ്റ്റ്, വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് മണി? സമ്മാൻ ഈ കാശ് കൊണ്ടാണോ, അല്ലേ, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ കാശ് കൊണ്ടാണോ സമ്മാൻ അത് തുടങ്ങിയത്? No, I very soon realized that the entry barrier to this business was very low. ഇതല്ല, ആ സീഡ് മണി കൊണ്ടല്ല, ആ ബിസിനസ് ബാസിക് ആ ടി വി റിയാലിറ്റി ഷോയിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടല്ല ഞാൻ സമ്മാൻ ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. The only way to sustain this business was to earn the loyalty of the rickshaw pullers. എനിക്കറിയാം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് റിക്ഷാ പുള്ളേഴ്സിൻ്റെ ലോയൽറ്റി മീൻസ് അവരുടെ ആ ഒരു വിശ്വാസം നമ്മൾ ആദ്യം പിടിച്ചു പറ്റുക. I wanted to provide insurance, ID cards and uniforms to the rickshaw pullers. പിന്നെ ഈ സമ്മാൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇർഫാൻ അലം ഈ റിക്ഷാ പുള്ളേഴ്സിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യപ്പെട്ടു. അവർക്ക് ഇൻഷുറൻസ് വേണം. പിന്നെ ID കാർഡ്സ്, ഇവർ ഇതിൻ്റെ ഭാഗമാണ്, സമ്മാൻ്റെ ഭാഗമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ID കാർഡ്സ്. ദെൻ യൂണിഫോംസ് ടു ദ റിക്ഷാ പുള്ളേഴ്സ്. I wanted to run this as a not for profit organization. ഇർഫാൻ അലം ഈ സമ്മാൻ ഓർഗനൈസേഷൻ അത് രൂപപ്പെടുത്തിയത് ഇറ്റ് ഈസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് മീൻസ് ലാഭം. ഇത് ലാഭത്തിന് വേണ്ടിയുള്ളൊരു ഓർഗനൈസേഷൻ അല്ല. To be honest with you, I was not thinking about social entrepreneurship at that point. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു സോഷ്യൽ ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ചൊന്നും ചിന്തിച്ചല്ല ഇങ്ങനെ തുടങ്ങിയത്. I just thought that it would be the best way to sustain the business and the easiest way to get banks to give out loans. ഒരേ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഈ റിക്ഷാ പുള്ളേഴ്സിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇയാളുടെ ആദ്യത്തെ ലക്ഷ്യം. സിൻസ് ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ TV ഷോ ഡിഡ് നോട്ട് അഗ്രി ടു ദിസ് മോഡൽ, I ended up refusing the seed capital. ഈ TV റിയാലിറ്റി ഷോയുടെ ഓർഗനൈസേഴ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവർ എഗ്രി ചെയ്യാത്തത് കൊണ്ട് I ended up refusing the seed capital. ഞാൻ ആ സീഡ് മണി, ആ റിയാലിറ്റി ഷോ ചെയ്തതിന് കിട്ടിയ 150 lakhs rupees I refused മീൻസ് നിരസിച്ചു, ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ആ താഴെയുള്ള 5th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Why did Irfan refuse the prize money of the TV reality show? TV reality ഷോയുടെ ആ ഒരു പ്രൈസ് മണി ഇർഫാൻ റെഫ്യൂസ് ചെയ്യാൻ, അത് സ്വീകരിക്കാതിരിക്കാൻ, നിരാകരിക്കാൻ എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അത് റെഫ്യൂസ് ചെയ്തത്? ബിക്കോസ് ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ TV ഷോ ഡിഡ് നോട്ട് അഗ്രി ടു ഹിസ് ഐഡിയാസ്, സോ ഹി റെഫ്യൂസ് ദ മണി. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഡ്യൂ ടു ദ ബിസിനസ് എത്തിക്സ് കോൺഫ്ലിക്ട്സ്, ആ ബിസിനസ്സിൻ്റെ ആ എത്തിക്സ്, ആ ഒരു യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള കോൺഫ്ലിക്ട്സ്, അവർ തമ്മിലുള്ള ആ സംഘർഷം, അവർ തമ്മിലുള്ള ഐഡിയാസിൻ്റെ ഡിഫറൻസാണ് ആ TV റിയാലിറ്റി ഷോയിൽ നിന്നും കിട്ടിയ ആ സീഡ് മണി 150 lakhs ഇർഫാൻ അലം റെഫ്യൂസ് ചെയ്തതിന് കാരണം. നെക്സ്റ്റ്, വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ സോഷ്യൽ വെഞ്ചുവർ? എപ്പോഴാണ് ഇതൊരു സോഷ്യൽ വെഞ്ചുവർ, ഒരു സമൂഹത്തിനെ സഹായിക്കാൻ ഇറങ്ങിയ ഒരു സംരംഭം, ഒരു പ്രൊജക്റ്റായി മാറിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. ഈ റിക്ഷാ പുള്ളേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച്, സിറ്റുവേഷനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിയാനിടയായപ്പോൾ ഇത് അവരെ സഹായിക്കാനുള്ളൊരു സോഷ്യൽ വെഞ്ചർ ആയി മാറി. There are about 10 million rickshaws operating in India. ഇന്ത്യയിൽ 10 million rickshaws ഉണ്ട്, റിക്ഷ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്.
Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. ബട്ട് അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയിൽ മിക്കവാറും ഈ റിക്ഷ പുള്ളേഴ്സിനൊന്നും സ്വന്തമായിട്ടുള്ള റിക്ഷാസ് അല്ല, അതെല്ലാം അവർ റെൻറ്റിനെടുക്കുന്നതാണ്. അറ്റ് ദ റേറ്റ് ഓഫ് 30 to 40 rupees പെർ ഡേ. ഒരു ദിവസം അവർ ഈ റിക്ഷ റെൻറ്റിനെടുക്കുമ്പോൾ, വാടകയ്ക്ക് എടുക്കുമ്പോൾ അവർക്ക് 30 or 40 rupees അവരുടെ ഓണേഴ്സിന് പേ ചെയ്യേണ്ടി വരുന്നു. The money they make after paying the rent is barely sufficient to sustain their families. ഈ റെൻറ്റ് 30 or 40 rupees കൊടുത്തതിന് ശേഷം ബാക്കി കിട്ടുന്ന ആ കാശ്, ദാറ്റ് ഈസ് barely sufficient, not sufficient to sustain their families. ഈ പാവപ്പെട്ട ഫാമിലീസിന് പോറ്റി പുലർത്താൻ അവർക്ക് തികയുന്നില്ല. ദേ കണ്ടിന്യൂ ടു റിമെയിൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. ഒരു സൊസൈറ്റിയുടെ ഒരു പിരമിഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴേക്കിടയിലെ ആൾക്കാർ, വളരെ പാവപ്പെട്ട ആൾക്കാർ, പിന്നെ കുറച്ചും കൂടി ആൾക്കാർ, പിന്നെ ആവറേജ്, ദെൻ എബോവ് ആവറേജ്, ദെൻ ഹൈ ക്ലാസ്. അങ്ങനെയാണ് നമ്മുടെ ഈ സോഷ്യൽ ഹയറാർക്കി പോകുന്നത്. അതിൽ ഏറ്റവും ബോട്ടം, ആ പിരമിഡിൻ്റെ ബോട്ടത്തിൽ തന്നെ അവർക്ക് കഴിയേണ്ടി വരുന്നു. ഐ തോട്ട് if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. എനിക്ക് അപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായത്. ഞാനൊരു ഓർഗനൈസേഷൻ, ഈ റിക്ഷ പുള്ളേഴ്സിനെ എംപവർ ചെയ്യിക്കാൻ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ആൻഡ് ഫൈൻഡ് എ വേ ടു ഇൻക്രീസ് ദ ഓവറോൾ റവന്യൂ, അവരുടെ ഒരു വരുമാനം ഇൻക്രീസ് ചെയ്യിക്കാൻ ഞാൻ എന്തെങ്കിലും തുടങ്ങിയാൽ ഇറ്റ് വുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. ഫോർ ബോത്ത് മീൻസ് ടു ഇർഫാൻ അലം ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്. റിക്ഷ പുള്ളേഴ്സിനും അതുപോലെ ഈ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇർഫാൻ അലമിനും അത് രണ്ടുപേർക്കും ഒരുപോലെ അത് വിജയമായിരിക്കും. ദാറ്റ് ഈസ് എ വിൻ വിൻ സിറ്റുവേഷൻ. I firmly believe in C.K. Prahlad's idea that businesses can be successful by targeting the bottom of the pyramid. C.K. പ്രഹ്ലാദിൻ്റെ ആ ഒരു ഐഡിയയോട് ഞാൻ യോജിക്കുകയാണ്. ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. കാരണം ബിസിനസ്സസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരെ നമ്മളൊരു പിരമിഡായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും താഴെയുള്ള ആൾക്കാർ വളരെ പുവറായിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അതിന് മുകളിലോട്ട് ചെല്ലും തോറും എക്കണോമിക്കലി കുറച്ചും കൂടെ ഡെവലപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും മുകളിൽ ദ റിച്ചസ്റ്റ് പീപ്പിൾ. അപ്പോൾ ഇവിടെ C.K. പ്രഹ്ലാദിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ബിസിനസ്സസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. ഈ പിരമിഡിൻ്റെ ഏറ്റവും താഴെയുള്ള വളരെ ലോ ക്ലാസ് ആയിട്ടുള്ള, വളരെ പുവറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആകും. Sammaan was finally founded in 2007 with seed money from family and friends. അങ്ങനെ അവസാനം സമ്മാൻ ഞാൻ ഓർഗനൈസ് ചെയ്തു in 2007 with seed money from family and friends. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും കുറച്ച് കാശ് കളക്ട് ചെയ്ത് ഞാൻ 2007 സമ്മാൻ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ 6th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Where did Irfan get the seed money for the project? ഈ പ്രോജക്റ്റിന് വേണ്ടി, ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള സീഡ് മണി ഇർഫാൻ എവിടെ നിന്നാണ് കിട്ടിയത്? ആൻസർ വളരെ സിമ്പിളാണ്. ഇർഫാൻ ഗോട്ട് ദ സീഡ് മണി ഫോർ ഹിസ് പ്രോജക്റ്റ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നെക്സ്റ്റ്, ക്യാൻ യു ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ? സമ്മാൻ എങ്ങനെയാണ്, ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ക്യാൻ യു ഡിസ്ക്രൈബ്, ഒന്ന് വിശദീകരിക്കാമോ? When a rickshaw puller approaches Sammaan, we first go through a verification process. ഒരു റിക്ഷ പുള്ളർ സമ്മാനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹി ഹാസ് ടു ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്. The operator is then given training on basic etiquette and traffic rules. Then the operator, the rickshaw operator, he will be given training. അതിനുശേഷം അയാൾക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നു ഓൺ ബേസിക് എറ്റിക്വറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂളിനെ കുറിച്ചും എറ്റിക്വറ്റ് മീൻസ്
നമ്മളെ സമൂഹത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, അതായത് ഈ സൈക്കിൾ റിക്ഷയിൽ കയറുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ട്രെയിനിങ് അയാൾക്ക് കൊടുക്കുന്നു. Then we approach the banks and help them get a loan for a new rickshaw. അതിനുശേഷം ഈ റിക്ഷാ പിള്ളറുമായിട്ട് സമ്മാൻ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു ടു ഗെറ്റ് എ ലോൺ ഫോർ എ ന്യൂ റിക്ഷ, അവർക്കൊരു പുതിയ റിക്ഷ വാങ്ങുന്നതിന് വേണ്ടി. Previously, banks were very reluctant to give loans to this section of the society. മുൻപ് ബാങ്ക് ഇവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. Because they belong to the very poorest families. They belong to the margins of the society. Now, since we stand as guarantors, these rickshaw pullers have access to credit. ഇപ്പോൾ ഈ സമ്മാൻ ഇവർക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് കൊണ്ട് റിക്ഷാ പുള്ളേഴ്സിന് ലോൺ കിട്ടാൻ വളരെ എളുപ്പമാണ്. The rickshaw pullers feel truly empowered when they drive their own vehicle. സ്വന്തമായി ഒരു റിക്ഷ വാങ്ങി അത് ഓടിക്കുമ്പോൾ they feel empowered. അവർ empowered ആയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. We provide the rickshaw pullers with the accident and health insurance. ഈ സമ്മാൻ ഓർഗനൈസേഷൻ റിക്ഷാ പുള്ളേഴ്സിന് പിന്നെ ആക്സിഡൻറ്റ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നു. Each driver is given an ID card and is required to wear a uniform while operating the rickshaw. ഈ റിക്ഷാ പുള്ളേഴ്സ് അവർക്കൊരു ID കാർഡ് കൊടുക്കുന്നു. പിന്നെ അവർ ഈ റിക്ഷ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ID കാർഡും അവരുടെ യൂണിഫോമും അവർ ധരിക്കണം. The rickshaw puller now becomes a part of the സമ്മാൻ ഫാമിലി. ഇപ്പോൾ ഈ റിക്ഷാ പുള്ളേഴ്സ് ദേ ആർ എ പാർട്ട് ഓഫ് ദ സമ്മാൻ ഫാമിലി. സമ്മാൻ ഫാമിലിയുടെ ഒരു പാർട്ടാണ് അവരെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സമ്മാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ റവന്യൂസ് ഓഫ് ദ റിക്ഷാ പുള്ളേഴ്സ്? എങ്ങനെയാണ് സമ്മാൻ ഈ റിക്ഷാ പുള്ളേഴ്സിൻ്റെ റവന്യൂസ്, അവരുടെ ഇൻകം, അവരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്? ഹൗ ഡസ് സമ്മാൻ ഇറ്റ് സെൽഫ് ഗെറ്റ്സ് ഇറ്റ്സ് റവന്യൂ? എങ്ങനെയാണ് സമ്മാന് അതിൻ്റെ ഇൻകം കിട്ടുന്നത്? എങ്ങനെയാണ് ഈ സമ്മാൻ്റെ റവന്യൂ എന്ന് നോക്കിയേ. Samman rickshaws are designed in such a way that they have plenty of space to display advertisements. ഈ സമ്മാൻ റിക്ഷാസ് എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്ത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ദേ ഹാവ് പ്ലെൻറ്റി ഓഫ് സ്പേസ്, ഇനഫ് സ്പേസ്, ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പല കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ് ഇതിലൂടെ കാണിക്കുന്നു. Several local and national brands place their advertisements here. അപ്പോൾ പല ലോക്കലായിട്ടും നാഷണലായിട്ടുള്ള ആൾക്കാർ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഈ റിക്ഷാ പുള്ളേഴ്സിന് കൊടുക്കുന്നു. The advertisement revenue is split in half between Samman and the rickshaw pullers. ഇങ്ങനെ കിട്ടുന്ന റവന്യൂ, ഇൻകം, ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ കിട്ടുന്ന ഇൻകം ദാറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ഹാഫ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Half will be given to Samman and half will be given to the rickshaw pullers. Also, rickshaw pullers can choose to sell water, fruit juice, cell phone, prepaid cards, etc. ഇതുകൂടാതെ ഈ റിക്ഷാ പുള്ളേഴ്സിന് അവർക്ക് കുറേ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു ചോയ്സ് ഉണ്ട്. ഏതൊക്കെയാ? വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽ ഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ്. In that case, they come to a central rickshaw yard in the morning and load up their wares. അവർ ചെയ്യുന്നത് അവർക്കൊരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവർ മോർണിംഗിൽ സെൻട്രൽ റിക്ഷാ യാർഡിൽ എല്ലാവരും വരും. അതിനുശേഷം അവരുടെ റിക്ഷാസിന് വേണ്ട സാധനങ്ങൾ they will load up. At the end of the day, the profit from their sales is split between them and Samman. ഓരോ ദിവസത്തിൻ്റെയും അവസാനമാകുമ്പോൾ അവർക്ക് കിട്ടിയ ആ പ്രോഫിറ്റ്, ലാഭം അവർക്കും സമ്മാനുമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു. The money that rickshaw pullers earn by transporting the passengers is solely theirs. അവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന ആ ഒരു റവന്യൂ, ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് they get from transporting the passengers. പാസഞ്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് കിട്ടുന്ന കാശ് മുഴുവനായിട്ടും അവർക്ക് കിട്ടും. ബാക്കിയുള്ളതെല്ലാം that will be split into half. The revenues of our rickshaw pullers have increased 30 to 40%. Now, the income of the rickshaw pullers have been increased.
There are several other benefits on which we cannot put a monetary value. Rickshaw pullers now have a sense of belonging and empowerment. ഇപ്പോൾ ഈ റിക്ഷ പുള്ളേഴ്സിന് ദ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്, നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. ആൻഡ് എംപവർമെൻറ്റ്, അവർ എംപവേർഡായി എന്നവർക്കൊരു ഫീലിംഗ് തോന്നുന്നു. Children of the operators and their spouses attend free evening classes called Samman Gyan. ഈ സമ്മാൻ മറ്റു ചില കാര്യങ്ങളും കൂടെ നടത്തുന്നുണ്ട്. The children of the operators and their spouses, spouses means ഒന്നുകിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, they attend free evening classes. അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഈവനിങ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സമ്മാൻ ഗ്യാൻ. Samman has brought dignity and inclusion to those who were previously considered menial laborers. മുമ്പ് മീനിയൽ ലേബറേഴ്സ്, വളരെ താഴ്ന്ന ജോലിക്കാരെന്ന് കരുതിയിരുന്ന ഈ റിക്ഷ പുള്ളേഴ്സിന് സമ്മാൻ ഒരു ഡിഗ്നിറ്റി അവർക്ക് കൊടുത്തു. ആൻഡ് ഇൻക്ലൂഷൻ, അവരൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇതൊരു ജോലി. ദാറ്റ് ഷോസ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. In addition, I am very happy to say that Samman itself is profitable, and also Samman is profitable. Last fiscal year, we made a net profit of 8 lakh rupees and a revenue of 50 lakh rupees. Last fiscal year means financial year. Last financial year, ഈ സമ്മാന് 8 lakh rupees പ്രോഫിറ്റ് കിട്ടി, ലാഭം കിട്ടി. ആൻഡ് റവന്യൂ ഓഫ് 50 lakh rupees, 50 lakh rupees റവന്യൂ, ഇൻകം, വരുമാനം. My mentors have been emphasizing the importance of sustainability. ഇപ്പോൾ അവർക്ക് തുടർന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ആ ഒരു ഉത്തരവാദിത്തം ലഭിച്ചു. Next question, does someone get directly involved in microfinancing? ഈ മൈക്രോ ഫിനാൻസിങ്ങിൽ സമ്മാൻ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? No, we do not directly microfinance the rickshaw pullers. No, അവർ ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. We just enable the rickshaw pullers to get finance from the banks. ബാങ്കിൽ നിന്നും അവർക്ക് ലോൺ കിട്ടുന്നതിന് സഹായിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെൻറ്റ് ഫോർ ഡെക്കേഡ്സ്, ദ റിക്ഷ പുള്ളേഴ്സ് ഓൺലി പേ ദ ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷാസ്. മുമ്പ് അവർ റെൻറ്റ് പേ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അവർ ബാങ്കിൽ ലോണ്, ആ റെൻറ്റ് അടയ്ക്കുന്നതിന് പകരം ഇൻസ്റ്റാൾമെൻ്റായിട്ട് ചെറിയ കാശ് ഉപയോഗിച്ച് ബാങ്കിൽ ലോൺ അടയ്ക്കുന്നു. ആൻഡ് ഇവൻച്വലി ആൻഡ് അറ്റ് ദ എൻഡ്, അവസാനം ദേ ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷാസ്. ദാറ്റ് മീൻസ് അവസാനം ഈ റിക്ഷ അവർക്ക് സ്വന്തമാകുന്നു. ദേ ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ റിക്ഷാസ്. ഈ റിക്ഷാസിൻ്റെ ഓണേഴ്സായിട്ട് അവർ മാറുന്നു. Okay, next question. Aren't cycle rickshaws a dying breed? Dying breed means നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗം. ഈ സൈക്കിൾ റിക്ഷാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണോ? Rickshaws continue to be a popular mode of transportation in most parts of the country. ഇപ്പോൾ most parts of the country, നമ്മുടെ രാജ്യത്തിൽ പല ഭാഗങ്ങളിലും റിക്ഷ, that is a popular mode of transportation, പോപ്പുലറായിട്ടുള്ള പ്രചാരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. ദ നമ്പർ ഓഫ് റിക്ഷാസ് ഇൻ ന്യൂഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് 2 to 3 years. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡൽഹിയിൽ 20% റിക്ഷാസിൻ്റെ എണ്ണം കൂടി. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro stations. അതിന് കാരണം ഈ മെട്രോ സ്റ്റേഷൻസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറച്ചൊരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് ആളുകൾ ഈ റിക്ഷാസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓൾസോ ഐ പേഴ്സണലി തിങ്ക് റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, റിക്ഷാസാണ് ദേ ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിന് പറ്റിയ വെഹിക്കിൾസാണ്. ദേ ആർ എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി. മറ്റൊരു നല്ലൊരു പോസിറ്റീവ് കാര്യം, ദ റിക്ഷാസ് ആർ എൻവിയോൺ ഫ്രണ്ട്ലി ബിക്കോസ് അതിന് ഫ്യുവൽ യൂസ് ചെയ്യുന്നില്ല, പിന്നെ അതിൽ നിന്നും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നില്ല, മറ്റു വെഹിക്കിൾസ് പോലെ സൗണ്ട് പൊല്യൂഷൻ ഇല്ല. അപ്പോൾ എല്ലാ തരത്തിലും ഈ റിക്ഷാസ് ആർ എൻവിയോൺ ഫ്രണ്ട്ലി.
We have an R&D wing that is working on a solar-powered fiberglass rickshaw. ഇപ്പോൾ ഒരു R&D വിങ് ഉണ്ട്. R&D മീൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്. അവർ ഇതിനു വേണ്ടി പല റിസർച്ചസും ചെയ്യുകയാണ്. റിക്ഷാസിനെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം? ഹൗ ക്യാൻ വി മോഡിഫൈ ദ റിക്ഷാസ്? നൗ ദേ ഹാവ് വർക്കിംഗ് ഓൺ എ സോളാർ പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റിക്ഷാസ് അവർ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നു. അതുപോലെ ഫൈബർ ഗ്ലാസ് റിക്ഷ, ഈ മഴ സമയത്ത് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു കവറിങ് കൊടുക്കുന്ന ടൈപ്പിലുള്ള റിക്ഷാസ് എല്ലാം അവർ മോഡിഫൈ ചെയ്യുന്നു. What were your experiences at the Presidential Entrepreneurship Summit at the United States? ഇപ്പോൾ ഈ 2010 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓൺട്രപ്രന്യൂവേഴ്സ് സമ്മിറ്റിൽ എന്തായിരുന്നു ആ ഒരു താങ്കളുടെ എക്സ്പീരിയൻസ്? I met some truly great people. I was indeed honored to talk to the Nobel Prize laureate Muhammad Yunus. Listen the answer. I met some truly great people. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ എനിക്കൊരു ചാൻസ് ഉണ്ടായി. ഐ വാസ് ഇൻഡീഡ് ഓണേർഡ് ടു ടോക്ക് ടു ദ നൊബേൽ പ്രൈസ് ലോറിയറ്റ് മുഹമ്മദ് യൂനസ്. ഈ വേറൊരു നൊബേൽ പ്രൈസ് ജേതാവായ മുഹമ്മദ് യൂനസുമായിട്ട് ഒന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരമുണ്ടായി. ഹി ഇൻവൈറ്റഡ് മീ ദയർ to set up a similar organization for the rickshaw workers there. അവിടെ ബംഗ്ലാദേശിലെ ഇതുപോലത്തെ റിക്ഷ വർക്കേഴ്സിന് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ, ഇതുപോലത്തെ കാര്യങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഹി ഇൻവൈറ്റഡ് മീ. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ഓൺ ഓൺട്രപ്രന്യൂർഷിപ്പ്? നമ്മുടെ ഈ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ഓൺട്രപ്രന്യൂർഷിപ്പ്, ബിസിനസ്സിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഡ്വൈസ്? An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, an entrepreneur is one who identifies an opportunity. ഒരു ഓൺട്രപ്രന്യൂർ, ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഐഡൻറ്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ കണ്ടെത്തുന്ന ആളായിരിക്കണം. ആൻഡ് പുട്ട്സ് ഇൻ കോൺഷ്യസ് എഫേർട്സ് ടു മേക്ക് ഇറ്റ് ആൻ എൻ്റർപ്രൈസ്. അതിനെ വളരെ കോൺഷ്യസ് എഫേർട്ട് കൊണ്ട് അതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മളതിനെ നടപ്പിലാക്കണം. പീപ്പിൾ ജനറലി ഡിസ്കറേജ് യൂത്ത് ഫ്രം ട്രേഡിങ് ദിസ് പാത്ത്. സാധാരണ ആൾക്കാർ യുവാക്കളെ ഇതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യിക്കുകയാണ്. But it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the country. ഇപ്പോൾ നമുക്കതൊരു സമയമായിരിക്കുകയാണ് ഓൺട്രപ്രന്യൂർഷിപ്പ് ആസ് എ കരിയർ. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനെ കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ അങ്ങനെ നമ്മൾ ആ ഒരു അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ ടാക്കിൾ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ തൊഴിലില്ലായ്മയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. It is important to dream, but it is equally important to take calculated risks to achieve your dream. നമ്മൾ ഡ്രീം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ആ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണം. Thank you very much for sparing the time to talk to us. We wish you the very best for your unique journey. ലാസ്റ്റ് താങ്ക്സ് പറഞ്ഞ് പിരിയാണ്. കണ്ടോ എങ്ങനെയാണ് താങ്ക്സ് പറഞ്ഞതെന്ന്? താങ്ക്സ്. It is with the blessing of my mentors and well-wishers that I carry my journey forward. അല്ലേ? അപ്പോൾ ഇർഫാൻ അലം അങ്ങോട്ട് താങ്ക്സ് പറയാണ്. ബിക്കോസ് നിങ്ങളെപ്പോലെയുള്ള വെൽ വിഷേഴ്സിൻ്റെ ഒരു പിന്തുണ കൊണ്ടാണ് എൻ്റെ ജേർണി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ഹിയർ ends the interview with Irfan Alam. Now listen me a question. You got a chance to conduct an interview with Irfan Alam. What will be your questions and what may be the responses given by Irfan Alam? Can you write it in your notebook? Write an interview with Irfan Alam in your notebook. We can discuss the other activities of this lesson in the next video.